ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ ഒരു അടിപൊളി വീഡിയോ വന്നിട്ട്. വയ്യായൊക്കെ ഒന്ന് കുറവുണ്ട്, വേറെ ഡോക്ടറെ മാറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ലോണം അസുഖമൊക്കെ ഒന്ന് കുറവുണ്ട് കേട്ടോ. അത് കാരണം ഈ വ്ളോഗ് അടിപൊളിയാണ്. അപ്പോൾ അനിയത്തിൻ്റെ മക്കൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ വീടാകെ അലങ്കോലമായിട്ട് കിടക്കണു. അപ്പോൾ രണ്ടുപേരോടും പറഞ്ഞ് എല്ലാവരും വൃത്തിയാക്കുന്നു. അപ്പോൾ ശ്രീകുട്ടൻ ഹോള് വൃത്തിയാക്കി, ആദ്യത്തിന് അടുക്കളയിലെ പാത്രങ്ങൾ കഴുകി തന്നു. ഞാൻ വേഗം റൂമും തുണികളൊക്കെ മടക്കി വെച്ചു. അങ്ങനെ അവർ വരുമ്പോഴേക്കും അടിച്ച് വാരിയിടലും അടുക്കള തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അവരെത്തിയിട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നിട്ട് പിള്ളേരെ കൊണ്ടാക്കിയതാണ്. അവർക്കപ്പോൾ മാമൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാമൻ ശബരിമലയിലാണ്. അപ്പോൾ പിന്നെ അത് കാരണം അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിങ്ങോട്ട് വരട്ടേന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ജോലിക്ക് പോവുകയാണെങ്കിലും ചേട്ടന്മാരുണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ അത് കാരണം പോരേന്ന് പറഞ്ഞ് അങ്ങനെ വന്നു. അപ്പം ഞാൻ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നത് ഒന്നുമില്ലല്ലോ. വേഗം ചായ വെച്ച് കൊടുത്തു. പിന്നെ മാഗി നൂഡിൽസ് അതാണല്ലോ പിള്ളേർക്കൊക്കെ ഇഷ്ടമൊക്കെ ആണല്ലോ. അത് വേഗം ഉണ്ടാക്കി. ഡൈനിങ് ടേബിളൊക്കെ സെറ്റാക്കണം. ഡൈനിങ് ടേബിളൊക്കെ സെറ്റാക്കണം. അയ്യോ, അങ്ങനെ അനിയ അപ്പം തന്നെ പോയി. എന്നുവെച്ചാൽ അനിയത്തി മാത്രമല്ലേ വീട്ടിലുള്ള. അപ്പോൾ പോയി. അനിയത്തി വന്നിട്ടുണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞ് വരാനായിട്ട് ബുദ്ധിമുട്ട്, വൈകുന്നേരമല്ലേ, ബുദ്ധിമുട്ടായതുകൊണ്ട് വന്നില്ല കേട്ടോ. അപ്പോൾ അതേ ഉണ്ണിക്കുട്ടൻ എന്നാണ് ഞങ്ങൾ ഇവനെ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ഇരിക്കുമ്പോഴേക്കും ക്രിസ്മസ് കരോള് വന്നു. ഒരു നല്ലോണം വരും കേട്ടോ ഇവിടെ ക്രിസ്മസ് കരോള്. അങ്ങനെ അവനത് കണ്ട് അവർ പോയി. പിന്നെയും ക്രിസ്മസ് കരോള് ഇങ്ങോട്ട് വന്നില്ല. ആ വഴിക്ക് പോയതിന് ഭയങ്കര സങ്കടമായിരുന്നു. പിള്ളേരെത്തിയതിന് കുഞ്ഞേട്ടൻ്റെ വക റൂം വൃത്തിയാക്കലാണ് ആ കാണുന്നത്. പിന്നെ വലിച്ച് അവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണം. വൈകുന്നേരം അന്ന് വയ്യായിക കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് തീരെ. അപ്പം ഞാൻ പൊറോട്ട വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ പിള്ളേർക്കത് ഇഷ്ടമായതുകൊണ്ടും പിന്നെ അങ്ങനെ പൊറോട്ട വാങ്ങിച്ച് പിന്നെ ഒന്നും ഉണ്ടാക്കാനായിട്ട് അന്ന് വൈകുന്നേരം നിന്നില്ല. പൊറോട്ടയൊക്കെ ആക്കി കൊടുത്തു. പക്ഷേ പൊറോട്ടയുടെ ഗ്രേവി വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ചിൻചട്ടി വെച്ച് ഇത്തിരി വെളിച്ചെണ്ണ വെച്ചാൽ ഒരു മുട്ട കൊത്തി ഇട്ടിട്ട് ഇത്തിരി കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടു. പിന്നെ വേണമെങ്കിൽ ഇത്തിരി ഉള്ളിയും സാധനങ്ങളൊക്കെ ഇടാം. ഞാനതൊന്നും ഇടാൻ തിരക്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ നേരത്തെ അതൊന്നും അരിഞ്ഞതൊന്നും ഉണ്ടാവില്ലല്ലോ. ഇട്ട് പിന്നെ അവർ ചിക്കൻ ചാറ് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറേശ്ശെ ചിക്കൻ ചാറും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഭയങ്കര അടിപൊളിയായിരുന്നു. കൊത്തു പൊറോട്ടയുടെ ഒരു ഫ്ലേവറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ വെച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പൊറോട്ട ഇനിയിപ്പോൾ ചാറില്ലെങ്കിലും ഇതേപോലെ കഴിച്ച് കൂട്ടാൻ പറ്റും. അപ്പം അനിയത്തിൻ്റെ മോളുടെ പേര് നിരഞ്ജന എന്നാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ ശ്രീകുട്ടനും ശ്രീകുട്ടൻ ആദ്യം രണ്ടര കഴിച്ചു. എന്നാലും പിന്നെ എല്ലാവരും കഴിക്കണാണ്ടപ്പോൾ അപ്പം ഞാൻ വേഗം ഒരെണ്ണം കൂടി അങ്ങനെ ആക്കി ഒഴിച്ചു. ആദ്യത്തെ പിന്നെ മിക്സ് ചെയ്യേണ്ട, അവനും മുട്ട വേറെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചാറ് കുറവായതുകൊണ്ടാണ് കേട്ടോ എല്ലാവർക്കും ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കിയത്. അത് കഴിഞ്ഞിതാ അവർ കിടക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കുഞ്ഞേട്ടനും മക്കളൊക്കെ കളി തുടങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവരുടെ കൂടെ തന്നെ കിടന്നുറങ്ങി. ഞാനപ്പം ഇങ്ങോട്ട് പോന്നു. പിന്നെതാ ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഈന്തപ്പഴമാണ് കൂടുതൽ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വളരെ സോഫ്റ്റായി മാറും കേട്ടോ. അത് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഈന്തപ്പഴം കേക്ക് വാങ്ങിക്കുമ്പോൾ ഈന്തപ്പഴം ഈ മുന്തിരി, കറുത്ത മുന്തിരിയല്ല, കറുത്ത മുന്തിരി എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ചെറിപ്പഴം അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വൈനിൽ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതാ ചേട്ടൻ വന്നപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. ശരിക്കും അന്ന് ഞാൻ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് പോന്നു. വേറെ ഡോക്ടറെ മാറ്റി കാട്ടി. ആ മരുന്ന് എന്തായാലും ഏറ്റിട്ടുണ്ട് കേട്ടോ. വൈകായികൊക്കെ ഒന്ന് കുറഞ്ഞു നന്നായിട്ട്. അപ്പോൾ നക്ഷത്രമൊക്കെ അവിടെ റെഡിയാക്കി. മാലബൾബും വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട്. ഇനി വേറൊരു മാലബൾബും കൂടി ഇരിക്കുന്നുണ്ട്. അത് ട്രീ ഒരുക്കി അങ്ങനെ വയ്ക്കണം എന്നൊക്കെ വിചാരിച്ച് നടക്കുമെന്ന് എനിക്കറിയില്ല. നടക്കുകയാണെങ്കിൽ ക്രിസ്മസിൻ്റെ അന്ന് കാണിക്കാം. അങ്ങനെ പുളിയുടെ മോളിക്കോടൊക്കെ അങ്ങോട്ട് ഇട്ടു. അപ്പോൾ അതാ ഈ ഒരു അവസ്ഥയായിട്ടാണ് നമ്മുടെ വീട്. അങ്ങനെ ക്രിസ്മസിനെ വരവേറ്റു എന്ന് പറയാം. ക്രിസ്മസ് കൂട് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. ഉണ്ടാക്കാൻ പറ്റുമോ കേട്ടോ, സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധിക്കുകയാണെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണിക്കാം. പിന്നെ ഇതാ കിടന്നുറങ്ങി. സൺഡേ രാവിലെ എഴുന്നേറ്റപ്പോഴത്തുള്ള ഒരു വിശേഷമാണ് ഞാനിത് കാണിക്കുന്നത്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് ഈ ഒരാഴ്ച അലക്കിയിട്ടുണ്ടായിരുന്നില്ല വയ്യാണ്ടായിട്ട്.
അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സുകളാണ് കൂടുതലും, പിള്ളേരുടെയൊക്കെ അവരവരുടെ അലക്കുണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ ശരിയായ കാരണം പകുതി ആശ്വാസമായിട്ടാണ്. 2 ലോഡ് അതിൽ തന്നെ ഇടാനുണ്ടായിരുന്നു, പിന്നെ മുറ്റത്ത് അലക്കാനും ഉണ്ടായിരുന്നു. ചേട്ടനോട് ഞാൻ പറഞ്ഞു അരി അടപ്പത്തിട്ടോ, ഞാൻ വന്നിട്ട് പുട്ടും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിരഞ്ജന അതവിടെ ചായ വെക്കുന്നുണ്ട്. ഞാനപ്പോൾ എന്തായാലും അലക്കി കഴിഞ്ഞിട്ട് ഇനി അകത്തേക്ക് കയറണുള്ളൂ എന്നുള്ള രീതിയിൽ അലക്കാനായിട്ട് വന്നു. രാവിലെ തന്നെ അലക്കിയിട്ടാലല്ലേ നമ്മുടെ തുണികൾ ഉണങ്ങുള്ളൂ. അപ്പോൾ അലക്കലും അതുപോലെ അടിച്ചുവാരലും തുടക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ബാക്കി കുക്കിങ്ങൊക്കെ നമ്മൾ എന്തായാലും നേരത്തിന് ചെയ്യും. നമുക്ക് എന്തായാലും ഫുഡ് വേണമല്ലോ, അത് എന്തായാലും കൃത്യമായിട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാദ്യം തന്നെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കലുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ എല്ലാവരും എന്നെ സഹായിക്കാനായിട്ട് വന്നു. നിരഞ്ജനോട് ഞാൻ പറഞ്ഞൊന്നുമില്ല, പക്ഷെ അവളുടെ അമ്മേനെ സഹായിക്കണ കാരണം കൊണ്ട് ആ ഒരു ഓർമ്മയിൽ എൻ്റെ കൂടെയും എപ്പോഴും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും കൂടെ തന്നെ ചെയ്യാനായിട്ട് അവൾ വരുന്നുണ്ടായിരുന്നു. പിന്നെ ചേട്ടനും ശ്രീകുട്ടനും ഒക്കെ വന്നു കേട്ടോ. ആദ്യത്തെ ഇന്ന് എന്താവോ എത്തിയില്ല. തിരിച്ച് വന്നപ്പോഴേക്കും ചായ എനിക്ക് പകർത്തി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കുടിച്ചു. പിന്നെയാണ് നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി തുടങ്ങിയത്. പിന്നെ നമ്മുടെ വെണ്ടക്കായ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു വിത്തിന് വേണ്ടിയിട്ട്, അത് പൊട്ടിച്ചെടുത്ത് വെച്ചു. തലേദിവസം റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സൺഡേ ആണല്ലോ നമ്മൾ ഈ പെയിൻറ്റിങ് വർക്കൊക്കെ തീർക്കുക. അപ്പോൾ അത് അരിയൊക്കെ എടുത്ത് ചേട്ടൻ എടുത്ത് വയ്ക്കുകയാണ്. അരിയിടലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ അപ്പോൾ എഴുന്നേറ്റിട്ടുള്ള ചായ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചാള 2 തലേദിവസങ്ങൾ മേടിച്ചുകൊണ്ടതാണ് ചേട്ടൻ. പക്ഷെ എനിക്ക് നന്നാക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനങ്ങനെ നന്നാക്കുന്നുണ്ടായിരുന്നു. തലേദിവസം ഇത്തിരി നന്നാക്കി കൂട്ടാൻ വെച്ചു. പിള്ളേർ കുറച്ച് നിരഞ്ജന വന്നതുകൊണ്ട് അവൾക്ക് നന്നാക്കാനൊക്കെ അറിയാം കേട്ടോ. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ നന്നാക്കിയ കാരണം കൊണ്ട് പിന്നെ ചേട്ടന്മാരെ കൂടി തലേദിവസം കുറച്ച് വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അത് എടുത്തുവെച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞാനത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ പോയി അത് ക്ലീൻ ചെയ്ത് കുറച്ചെടുത്ത് പുട്ടിലേക്ക് മീൻകറി വെക്കാമെന്ന് വെച്ചാൽ എളുപ്പത്തിലുള്ളൊരു മീൻകറിയാണ് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് മീനെ ചട്ടിയിലേക്ക് ഇട്ട് അതിൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും പാകത്തിന് ചേർത്ത് കുടംപുളി, മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്, കുടംപുളി ഇട്ട് കൊടുത്തു. പിന്നെ അപ്പോൾ ബാക്കി മീനുണ്ട്. അപ്പം ഞാനത് അവളോടൊന്ന് വരയാൻ പറഞ്ഞു. ഞാൻ ഈ മീനിലേക്കുള്ള തക്കാളിയും സവോളയൊക്കെ വേണമല്ലോ, സവോളയല്ല ഇഞ്ചി ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തത്. അതൊക്കെ എടുത്ത് റെഡിയാക്കാനായിട്ട് നിന്നു. ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇത് അരിഞ്ഞ് വരുമ്പോഴേക്കും ചോറ് തിളച്ചു റെഡി ആയിട്ടുണ്ട്. അത് വേഗം എടുത്തുകൊണ്ട് വെച്ചു. പിന്നെ ഇതിലേക്ക് ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടു. വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ചുമന്നുള്ളി, തക്കാളി, പച്ചമുളക്. ചുമന്നുള്ളിക്ക് പകരം വേണമെങ്കിൽ സവോള ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് കൂട്ടി വരുമ്പോൾ ഇത് നമുക്ക് ഒട്ടും ചാറില്ലാണ്ട് വേണമെങ്കിൽ വെക്കാം, നല്ല ലൂസുള്ള ചാറായിട്ടും വേണമെങ്കിൽ വെക്കാം കേട്ടോ. പുട്ടിനായതുകൊണ്ട് ഞാൻ ലൂസുള്ള ചാറായിട്ട് വെച്ചു. ചോറിനാണെങ്കിൽ നല്ല കട്ടിയിൽ വെക്കണം കേട്ടോ. ഒരിത്തിരി മാത്രം മീൻ മുങ്ങണ്ടേന്നുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. പിന്നെ ഈ വെള്ളരി ഉണ്ടല്ലോ, റേഷനരി, അത് തലേദിവസം വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എഴുന്നേറ്റപ്പോൾ തന്നെ അതൊന്ന് പൊടിച്ചെടുത്തു. ഒരിത്തിരി വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത്തിരി വെള്ളം തെളിച്ച് ഒന്ന് പുട്ടുപൊടിക്ക് കുഴക്കണം മാതിരി തന്നെ കുഴച്ചു. വലിയാണ്ടൊന്നും കുഴക്കേണ്ട, ഒരിത്തിരി മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. സാധാരണ പുട്ടുണ്ടാക്കണം മാതിരി ഉണ്ടാക്കുക. വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ ഒരു പുട്ട് എന്ന് പറയുന്നത്. പൊൻകതിരൊന്നും മേടിക്കാൻ പോകണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഞാൻ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പുട്ട് പിന്നെ അടുപ്പത്തേക്ക് വെച്ച് ആക്കി. പിന്നെ മീൻ വറക്കാനുള്ളതും കൂടി വേഗം വറക്കാനുള്ളതും വെച്ചു കേട്ടോ. അപ്പോഴേക്കും പുട്ടായി. പിന്നെ ഓരോരുത്തർക്ക് വിശപ്പായി തുടങ്ങി. പുട്ടാവണേനനുസരിച്ച് തട്ടുകട പോലെ ആയിപ്പോയി. വറുത്തതാവണല്ലോ. പുട്ടും മീൻകറി വെച്ചതട്ടെ ഏത് അത് വലിച്ചിട്ട് വെച്ചെടുത്തിട്ട് പോയതാ. ഞാൻ തരാം, ഇതിൽ വയ്ക്കട്ടെ. അവസാനം മീൻ തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി കറിവേപ്പില, തിളക്കല്ല തിളച്ച് ഒന്ന് വറ്റണം കേട്ടോ.
എന്നിട്ട് കറിവേപ്പിലയും തിരുവെളിച്ചെണ്ണയും കൂടി വെച്ച് മൂടി വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നല്ല കട്ടിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ലൂസിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടും മീൻകറി എല്ലാവരും ഇരുന്ന് കഴിച്ചു. അപ്പോൾ അതാ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളും ഇരിക്കാത്ത കാരണം ഇവർ വന്നപ്പോൾ ഇവർക്ക് ഡൈനിങ് ടേബിളും ഇരിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് കഴിച്ചു. ഞാൻ പിന്നെ മീൻ വറക്കാനും വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ആവശ്യത്തിന് എടുത്തു കൊടുത്തു. ഇവർക്ക് നോൺ വെജ് ആണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. അപ്പം ഞാൻ എന്താ മീൻ വറുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ സന്തോഷമായി. അവൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ളോട്ട് അവൻ തന്നെയൊന്നല്ല അത് കഴിക്കണത്, എല്ലാവരും അധികം തന്നെ എടുത്തു. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്ന് മാത്രം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് പോവാണ് കേട്ടോ. ഗെറ്റഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാനത് വിട്ടുപോയി. അപ്പോൾ ഈ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് ജോലിക്ക് പോകുമ്പോൾ ഞാൻ വൈറ്റ് ഷാൾ ഇടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും പോകുമ്പോൾ ഷാൾ ഇടാറില്ല, ആരും ഷാൾ ഇടുന്നില്ല, അതുകൊണ്ടാണ് ഷാൾ ഇട്ടില്ലെങ്കിൽ. പക്ഷേ എനിക്കൊരു മനസ്സമാധാനക്കേട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഞങ്ങളിത് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. എന്താ വെച്ചാൽ എല്ലാവരും പോകണമെങ്കിൽ ഒരു 3 ട്രിപ്പ് അടിക്കേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ 3 ആളും മാത്രം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ 4 ആളായിട്ട് ഒറ്റ ട്രിപ്പിന് രജനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ 4 ആൾ പറ്റില്ല എന്ന് പറഞ്ഞു ചേട്ടാ. അപ്പോൾ പിന്നെ ഞങ്ങൾ 3 ആളാക്കി. അപ്പോൾ അതാ അങ്ങനെ ബൈക്കിൽ വേഗം പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഒരു ബസ് കേട്ടോ, അങ്ങനെ കുട്ടികൾക്ക് കയറാനൊക്കെ ഉള്ളത്. പക്ഷെ ഉണ്ണിക്കുട്ടനെ അത്ര അങ്ങോട്ട് ഒരു പേടിയോ എന്തോ പോലെയാണ്. അപ്പോൾ അവനോട് നിർബന്ധിച്ച് ചേട്ടൻ കേൾപ്പിച്ചു അതിൻ്റെ ഉള്ളിൽ. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ അവനോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഇതാ ഈ ബിരുദൻ ഉണ്ണിക്കുട്ടനോട് കയറിയിരിക്കാൻ പറഞ്ഞ വഴി വേഗം പോയി സീറ്റിൽ ഉണ്ണിക്കുട്ടത്തിൽ ഇരുത്തിയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ വന്ന് വീണ്ടും തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കടകളും ഓപ്പൺ ആയിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുമുണ്ട്. മിക്കവാറും കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനും ഒന്ന് കറങ്ങാനും കാണാനൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ലുലു മാളിൽ നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് പറയുകയാണെങ്കിൽ നോൺ വെജിൻ്റെ അടുത്താണ് കൂടുതൽ തിരക്ക് എന്ന് പറയാം. ബാക്കിയുള്ള സ്ഥലത്തേക്കൊന്നും വലിയ തിരക്കില്ല. പിന്നെ മാക്സിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ ആരും അവിടെ അങ്ങനെ വാങ്ങിക്കണതൊന്നും കാണുന്നില്ല. പക്ഷെ എല്ലാവരും എല്ലാതും നോക്കി വയ്ക്കുന്നുണ്ട്, പക്ഷെ എടുക്കണമൊന്നും കാണാനില്ല. എല്ലാവരും അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നിട്ടുണ്ട്. വന്ന് എങ്ങനെയുണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് പോണവരാന്നൊക്കെ തോന്നുന്നത് കൂടുതൽ പേരും. 3-4 ഫ്ലോർ ഉണ്ട്. മിക്കവാറൊന്നും ഓപ്പൺ ആയിട്ടില്ല, എന്നാലും അത്യാവശ്യം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് മാക്സിലും ഞാനും കയറി. അവിടെ നോക്കിയപ്പോൾ ചുരിദാറുകൾക്കൊക്കെ ഞാൻ ഇതിൻ്റെ കാര്യം ഞാനിപ്പോൾ അത്ര പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ ഞാനാവായിട്ട് ലാസ്റ്റ് അറിയുന്ന ആൾ. അപ്പോൾ നോക്കിയപ്പോൾ ഡ്രസ്സുകൾക്കൊക്കെ നല്ല റേറ്റ് കുറവുള്ളതുകൊണ്ട്, എന്നാൽ റേറ്റ് കൂടുതലുള്ളതും അവിടെ കണ്ടു. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. ഇനി വാങ്ങിക്കാൻ പോകുമ്പോൾ അങ്ങനെ വാങ്ങിക്കും. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ അപ്പോൾ ഇതാ ഈ ഒരു എംബ്രോയ്ഡറി ചുരിദാറൊക്കെ 600 രൂപയ്ക്ക് 2 എണ്ണം ഒക്കെ ഉണ്ട്. അതുപോലെ മിക്കതിനും നല്ല റേറ്റ് കുറവാണ്. ചേട്ടന് ഈ പച്ച ചുരിദാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞു ഇനി വാങ്ങിക്കാമെന്ന് വിചാരിക്കുമ്പോൾ 549 രൂപ 2 എണ്ണത്തിന് കേട്ടോ. ഇനി വാങ്ങിക്കാൻ അപ്പോൾ അത്ര വലിയ റേറ്റ് എന്നൊന്നും പറയാനില്ലല്ലോ. 300 രൂപ താഴെയല്ലേ ഒരു ടോപ്പിനുള്ളൂ. അത് അത്ര വലിയൊരു റേറ്റ് ഒന്നുമല്ല ടോപ്പിൻ്റെ. അത് പിന്നെ ചേട്ടനത് തിരിച്ച് മടക്കി വെച്ചു. ഇതായി ഇവിടെ ഈ ചുവപ്പ് ചുരിദാർ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു ചുവപ്പ് കളറ്. പിന്നെ ഞാൻ ഒക്കെ കാണുന്നത് XXL ആട്ടാ. ഇങ്ങനെ സാധാ ചെറിയ ചുരിദാറുകളൊന്നും കാണാനേ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നണത്. തപ്പി പിടിച്ച് നോക്കിയാൽ കണ്ടു കിട്ടുമെന്ന് എനിക്കറിയില്ല. ഒക്കെ XXL അങ്ങനെയൊക്കെ തന്നെയാണ്. ഒക്കെ നല്ല ഇനിയിപ്പോൾ ലൂസായിട്ട് ഇടണ ഈ ടോപ്പുകളൊക്കെ പിന്നെയും ലൂസായിട്ട് ഇടാം. പക്ഷെ ചുരിദാറുകളൊന്നും ഒരിക്കലും അത്ര ലൂസിലൊന്നും ഇടില്ലല്ലോ. അങ്ങനെ ചുറ്റിക്കണ്ടു. ഉണ്ണിക്കുട്ടന് പറ്റിയതൊന്നും അവിടെ ഒന്നും കണ്ടില്ല. എന്നാലും അവനൊക്കെ ഒന്ന് തോണ്ടിയൊക്കെ നോക്കി. ഞാൻ പിന്നെ കൈ പിടിച്ച് പോന്നു. പിന്നെ തൊട്ടപ്പുറത്ത് കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത്ര വലിയ റേറ്റ് എന്ന് പറയാനില്ല, പക്ഷേ നല്ല രസമൊക്കെ ഉണ്ട്. അത് വേറൊരു കുഞ്ഞു കുട്ടി പിടിച്ച് വലിച്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതൊക്കെ എടുത്ത് ഈ ചുരിദാർ എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. സെറ്റ് സാരിയുടെ മോഡൽ എന്നാൽ സെറ്റിൻ്റെ പോലെ അല്ല താനും. നല്ല ഭംഗിയുള്ള ചുരിദാറായിട്ട് തോന്നി. റേറ്റൊക്കെ കുറവ് തന്നെയാണ്. പിന്നെ ഒന്നും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ നമ്മൾ പോയത്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഷോള് പച്ച ഷോൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇത് പീക്കോക്കാണ്, പച്ച കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇത് ചേട്ടൻ്റെ ഏരിയയാണ്. ചേട്ടൻ കുറച്ചൊക്കെ നോക്കി ഇങ്ങോട്ട് പോന്നു എന്ന് മാത്രം, ഒന്നും വാങ്ങിച്ചില്ല. ഞങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചതല്ല കേട്ടോ പോയത്, വെറുതെ ഒന്ന് പോവാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോയത്.
അങ്ങനെ ഇതാ തിരിച്ച് വീണ്ടും അടുത്ത ഫ്ലോറിലേക്ക് ഇതാ ക്ലീനിങ്ങിൻ്റെ മെഷീൻ പോകണമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ ക്ലീനിങ് ഒക്കെ കിട്ടൂലേ നമുക്ക്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും മുകളിലേക്കും താഴത്തേക്ക് ലുലുവിലേക്ക് ഇറങ്ങിയിട്ടാണ്. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങി ഇതാ പാത്രങ്ങളുടെ ഏരിയ കേട്ടോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏരിയ അതാണല്ലോ. അങ്ങനെ എന്നെ സംബന്ധിച്ച് കേട്ടോ. ഇനി എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ പാത്രങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. ഒക്കെ 2000 ഓരോ സെറ്റിനാണ് കേട്ടോ. ഇത്രയും വലിയൊരു സെറ്റിന് 2000 ചില്ലാൻ രൂപ ആയിട്ട് അവിടെ കണ്ടു. അതൊരു കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയും ഒക്കെ ഉണ്ട് കാണാനായിട്ട്. വാങ്ങിക്കാം എന്നുള്ളവർക്കൊക്കെ വാങ്ങിക്കാം, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പോന്നു. പിന്നെ പച്ചക്കറികളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഒന്നിനും റേറ്റ് കൂടുതലൊന്നുമില്ല. ലുലുവിൻ്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വേണോ അല്ലേ അറിയാനായിട്ട്. പക്ഷേ ഇത്രയും ഭംഗി ലൈറ്റിൻ്റെ ആയിരിക്കും കേട്ടോ. പിന്നെ ഫിഷും വന്ന് നോക്കിയപ്പോൾ അതിനും ഓവർ റേറ്റ് ഇല്ല. ഓവർ റേറ്റ് ഇല്ല എന്നല്ല, നമ്മൾ സാധാരണ ഇവിടെ വാങ്ങിക്കുന്ന റേറ്റ് തന്നെ ഇല്ല. ഞങ്ങൾ പിന്നെ ബീഫാണ് വാങ്ങിച്ചത്. എന്തായാലും സൺഡേ ആണല്ലോ, എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കണം. പിന്നെ പിള്ളേരും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ബീഫ് വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു. പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ആദ്യം ഞാൻ കുക്ക് ചെയ്തത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു അത് വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ബീഫ് വാങ്ങിച്ച് ചേട്ടൻ്റെ ബില്ലടിച്ച് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ഭാഗം ഇത്ര ഭംഗിയുണ്ടെന്ന് മനസ്സിലായി. എന്നും ബസ്സിൽ പോകുമ്പോൾ കാണുന്നതായിരുന്നു. അത് നമ്മുടെ ബസ് അവരുടെ ലഗേജുകളൊക്കെ ആയിട്ട് ഒരു വലിയ ചേട്ടൻ അത് ഓടിപ്പിച്ച് പോകണം കേട്ടോ. ശരിക്കും ബസ് ഓടിപ്പിക്കണ മാതിരി ഓടിപ്പിച്ച് തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. സന്ധ്യ നേരത്തൊക്കെ വെച്ച് നമുക്ക് അവിടെ ഇരിക്കാം. പക്ഷേ സൺഡേയിൽ ഉച്ച നേരത്താണ് ഞങ്ങൾ വന്നത്. വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ്. അത് കാരണം കൊണ്ട് തന്നെ അവിടെ കുറച്ചങ്ങോട്ട് നടന്നിട്ട് വേണം വരാൻ. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് വേഗം ബീഫ് അടുപ്പത്തേക്ക് ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് കാരമൽ ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ കപ്പ് ഇല്ലാത്തവർ കേക്ക് ഉണ്ടാക്കാതെ ഇരിക്കണ്ട. ഇതേപോലത്തെ ഒരു ഗ്ലാസ് എടുക്കുക. അതിലൊരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ട് പകുതി കാരമൽ ചെയ്യുക, പകുതി പൊടിക്കാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ടീസ്പൂൺ ഇതുപോലത്തെ നോർമൽ എടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഫുള്ള് ഇട്ട് നിറച്ചിട്ട് ഒരിക്കലും വേണ്ടി വരില്ല നമുക്ക് ബേക്കിംഗ് പൗഡറൊന്നും. ഇതിലൊക്കെ ഇങ്ങനത്തെ ടീസ്പൂണാകുമ്പോൾ 3/4 ടീസ്പൂണൊക്കെ മതി. നമ്മുടെ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുക്കണ ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ 5 ml എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണാണ്, 2.5 ml എന്ന് പറഞ്ഞാൽ 1/2 ടീസ്പൂണാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഇനി അളവ് പാത്രം ഇല്ലാഞ്ഞിട്ട് ആരും കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. 1/2 കപ്പ് പഞ്ചസാരയാണ് കാരമൽ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ആക്കി ഞാനങ്ങനെ. പിന്നെ എല്ലാതും ഇതായി കഴിഞ്ഞപ്പോൾ ഇതിൽ 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ചപ്പം മാറ്റി വെച്ചു കേട്ടോ. അധികം പിന്നെ വറ്റിക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ അത് ചൂടാറട്ടെ. അപ്പോൾ അതിനിടയിൽ ബീഫൊക്കെ വെന്തു. ഞാൻ വേഗം അതൊന്ന് കാച്ചിയെടുത്തു. വല്ലാണ്ടുള്ള വെറൈറ്റി ഡിഷൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല. അതിൻ്റെ കാരണം സമയം 2:30-3 മണി അടുത്തു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പം അങ്ങനെ ഇത് വറ്റാനൊന്നും ഒരാളും തയ്യാറായിരുന്നില്ല. എല്ലാവരും ചോറ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കാനായിട്ട് ഇരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് വന്നു. കേക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കിയപ്പോൾ നമ്മുടെ പേപ്പർ ഇല്ല കേട്ടോ അതിലിടാനുള്ളത്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നല്ലോണം ഓയിലാക്കി അതിലൊട്ടിച്ചു. പിന്നെ അത് 1/2 കപ്പ് പഞ്ചസാര അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, കുഞ്ഞ് പീസ് ജാതിക്ക, ഇത്രയും കൂടിയിട്ട് അടിച്ചു. 2 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. അതും ഒന്ന് അടിച്ചെടുത്തു. അതിലേക്ക് ഇതേ കാരമൽ ചെയ്ത പഞ്ചസാരയും കൂടി പഞ്ചസാര ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തു. അത് ആ നേരമാകുമ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതും വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് അതും വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുത്തു. പിന്നെ ഞാനൊരു അരിപ്പ വെച്ച് 1 കപ്പ് 250 ml 1 കപ്പ്, നമ്മുടെ സാധാരണ സ്റ്റീൽ ഗ്ലാസ് ഏകദേശം അതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കപ്പലണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സും അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഇത്ര ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പിടാം കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് കൂടുതലിടുമ്പോൾ നമ്മുടെ കേക്ക് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് കേട്ടോ കൂടുതൽ സോഫ്റ്റ് ആവും. കുറച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ കറുത്ത മുന്തിരിയും ഇത്തിരി വാനില എസൻസ് ഒഴിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. നമ്മൾ ജാതിക്കരൊക്കെ ഇടുമ്പോൾ മുട്ടേര മണമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അത് വാനിലയും കൂടി ഒഴിച്ച് കണ്ടിട്ട് അടിച്ച് ആ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു കേട്ടോ.
എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഫ്രൂട്ട്സ് സോക്ക് ചെയ്താൽ വെച്ചതുണ്ടല്ലോ, കൂടുതലും ഞാൻ ഈന്തപ്പഴമാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് ഇതിനെ വേണമെങ്കിൽ ഡേറ്റ്സ് കേക്ക് എന്ന് പറയാം. വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എത്ര ഫ്രൂട്ട്സ് അധികം ചേർക്കണതനുസരിച്ച് നമ്മുടെ കേക്ക് ഇത്തിരി സോഫ്റ്റായി മാറും കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ വല്ലാണ്ടുള്ള ഹാർഡായത് അപ്പോൾ കിട്ടില്ല. ഹാർഡായത് കിട്ടണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ കറുത്ത മുന്തിരിയും ഇത്തിരി ചെറിയും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുക. കുറച്ച് കശുവണ്ടിപ്പരിപ്പൊക്കെ ലാസ്റ്റ് ഇതാ കശുവണ്ടിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തു. നമ്മുടെ 9 ഇഞ്ചിൻ്റെ കേക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ നന്നായിട്ട് ഇട്ടത് കൊണ്ട് തന്നെ കേക്ക് വേവാൻ കുറച്ചധികം സമയം പിടിക്കും. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് കൂടും, പരപ്പ് കുറവാകുമല്ലോ. അപ്പോൾ വേവാൻ വല്ല 1.5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല പരന്ന പാത്രം, അതായത് 9 ഇഞ്ചിൻ്റെ ഞാൻ എടുത്തത്. എന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ ഒരു ചെറിയൊരു സോസ് പാനിൽ അടിയിൽ ഇട്ടിട്ട് ഒരു ദോശത്തട്ട് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ കേട്ടോ. അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. കൃത്യം 1 മണിക്കൂർ എടുത്തു നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവാനായിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ താഴത്തേക്ക് പോയി. ഞാനതൊക്കെ മുകളിൽ വീണ്ടും കുത്തിവെച്ചു. ഒരു ഭംഗിയൊക്കെ വേണ്ടേ ഫോട്ടോ എടുക്കാനായിട്ട്. 2-3 ചെറിയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വെച്ചു കേട്ടോ. നല്ല സോഫ്റ്റായ ഒരു ഡേറ്റ്സ് കേക്ക് എന്ന് പറയാം നമുക്കിതിനെ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. നട്ട്സൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ ശ്രീകുട്ടനും ചേട്ടനും കൂടിയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്തേക്ക് പോയിക്കായിരുന്നു. ഞങ്ങൾ ബാക്കിയുള്ളവരൊക്കെ എതിർത്ത് ചായ കുടിച്ചു. ബാക്കിയുള്ള ഇന്നത്തെ രാത്രിയിലത്തെ വിശേഷം അടുത്ത ദിവസമാണ്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ.